തണുപ്പ് മാറി തുടങ്ങിയ സമയത്ത് തന്നെ തക്കാളിയും വഴുതനയും പൊട്ടറ്റോയും വെണ്ടയ്ക്കയും ബീട്രൂട്ടും ഒക്കെ നട്ട് ചെറിയ രീതിയിൽ ഒരു പച്ചക്കറി തോട്ടം ഞങ്ങളങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളത്തോട്ടം ഇച്ചിരിയും കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവലവും പീച്ചിലും കുറ്റി ബീൻസിൻ്റെ ഒക്കെ വിത്തും പാകിയിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വളർന്ന് അതിൻ്റെ ഇലയെടുത്ത് തോരൻ വെച്ച വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കാണുമല്ലോ. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ, അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെയാണെങ്കിൽ ഇതേ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. അങ്ങനെ തണുപ്പൊക്കെ നന്നായിട്ട് മാറി വിത്തുകളൊക്കെ മുളച്ച് മാറ്റി നടാൻ പ്രായമായപ്പോഴേ ഉള്ള കുറച്ച് സ്ഥലത്ത് വഴുതനയുടെയും പൊട്ടറ്റോൻ്റെ ഒക്കെ ഇടയിൽ കൊണ്ടുപോയിട്ട് ക്യാപ്സിക്കം ചെടീനെ നട്ടുവയ്ക്കും കേട്ടോ സബിൻ. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ മണ്ണൊക്കെ നന്നായിട്ട് കിളച്ച് മറിച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറ്റി ബീൻസുകളൊക്കെ നട്ടുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചുവന്ന ചീരും വിത്തും പാകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രോബകൾ കൊണ്ടുവന്നതിനകത്തേക്ക് വളമുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി മാറ്റി നടാൻ പ്രായമായിട്ടുള്ള പാവലത്തിനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി നാട്ടി നടുകയാണേ. എല്ലാത്തിനും സഹായമായിട്ടും സപ്പോർട്ടായിട്ടും സാമൂലും കൂടിയുണ്ട് കേട്ടോ. ഇനി ഇവരുടെ വളർച്ച കണ്ട് ആസ്വദിക്കാമല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.